അടുത്ത ദിവസം ജയകൃഷ്ണനും ദേവൂട്ടിയും തമ്മിൽ വീണ്ടും കണ്ടു. കുറേ നേരം അവർ ഒന്നിച്ചിരുന്ന് സംസാരിച്ചു. ദേവൂട്ടിക്ക് സംസാരിക്കാൻ കഴിയില്ല എങ്കിലും ജയകൃഷ്ണൻ പറയുന്നതെല്ലാം അവൾ കേട്ടിരുന്നു. ഇടയ്ക്ക് തൻ്റെ ആംഗ്യഭാഷയിൽ പലതിനും അവനോട് മറുപടി നൽകി. അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടെ ജയകൃഷ്ണൻ ദേവൂട്ടിയെ വിളിച്ചു. "ദേവു, ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയണം." ജയകൃഷ്ണൻ്റെ ആ ചോദ്യം കേട്ടതും ദേവൂട്ടി അതെന്താണെന്ന അർത്ഥത്തിൽ ജയകൃഷ്ണൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നാൽ ദേവൂട്ടിയുടെ ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ജയകൃഷ്ണൻ ദേവൂട്ടിയോട്, "ദേവു, ശരിക്കും തനിക്ക് എന്നെ ഇഷ്ടമായിരുന്നു?" ജയകൃഷ്ണൻ്റെ ആ ചോദ്യം കേട്ട് ദേവൂട്ടി ഒരു നിമിഷം നിശബ്ദയായി അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. തുടർന്ന് നോട്ടം പിൻവലിച്ചുകൊണ്ട് അല്പനേരം നിശബ്ദയായിരുന്നു. പിന്നീട് തൻ്റെ ആംഗ്യഭാഷയിൽ പറഞ്ഞു തുടങ്ങി, "ജയേട്ടനെ പോലെയുള്ള ഒരാളെ ആരാണ് ഇഷ്ടപ്പെടാത്തത്?" ദേവൂട്ടിയുടെ ആ മറുപടി കേട്ട ജയകൃഷ്ണൻ, "എന്താ, താൻ എന്നെ കളിയാക്കിയതാണോ?" അല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്." ദേവൂട്ടി വീണ്ടും തൻ്റെ ആംഗ്യഭാഷയിൽ പറഞ്ഞു. "എന്നിട്ടാണോ പലതവണ ഞാൻ എൻ്റെ ഇഷ്ടം തന്നോട് പറഞ്ഞിട്ട് മുഖം പോലും തരാതെ താൻ ദേഷ്യപ്പെട്ടു നടന്നത്?" "അത് പിന്നെ അങ്ങനെയല്ലേ പാടുള്ളൂ. ഞാൻ എൻ്റെ നിലയും എന്നെയും മറക്കാൻ പാടുണ്ടോ? മാത്രമല്ല, ഹരിയേട്ടനിൽ നിന്നും ജയേട്ടനെയും കുടുംബത്തെയും കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജയേട്ടനും കുടുംബത്തിനും മുന്നിൽ ഈ അത്താഴപ്പട്ടിണിക്കാരനായ അയ്യരും കുടുംബവും ഒന്നുമല്ല എന്ന് തോന്നി. അങ്ങനെയുള്ള എനിക്ക് ജയേട്ടൻ്റെ മുന്നിൽ നിൽക്കാനുള്ള അർഹത പോലുമില്ല എന്ന് മനസ്സിലായി. നമുക്ക് അർഹമല്ലാത്ത കാര്യം മോഹിക്കാൻ പാടില്ല. അത് പാപമാണെന്ന് അപ്പ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഒഴിഞ്ഞു മാറിയത്." അവൾ പറഞ്ഞു നിർത്തി. അത് കേട്ടതും ജയകൃഷ്ണൻ, "അപ്പോൾ എന്നെ ദേവൂട്ടിക്ക് ഇഷ്ടമായിരുന്നു അല്ലേ?" അതെ." അവൾ വീണ്ടും ചെറുതായൊന്ന് മൂളി. ഈ സമയം ജയകൃഷ്ണൻ, "അങ്ങനെയെങ്കിൽ ഞാൻ പിന്നാലെ വന്ന് എൻ്റെ ഇഷ്ടം തന്നോട് പറയാതിരുന്നുവെങ്കിലോ?" "അങ്ങനെയെങ്കിൽ ഞാൻ ഞാനായി തന്നെ നിൽക്കും. എന്നിട്ട് ഈ ഊമപ്പെണ്ണിനെ കെട്ടാൻ ആരെങ്കിലും വന്നാൽ അപ്പ അവർക്കെന്നെ കൈപിടിച്ചു കൊടുക്കും. ആ ആൾക്കൊപ്പം ജീവിക്കും. അതല്ല, അങ്ങനെ ആരും വന്നില്ല എങ്കിൽ അമ്മയ്ക്കും അപ്പായ്ക്കുമൊപ്പം അവരുടെ മരണം വരെ ജീവിക്കും. പിന്നീട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെയുള്ള ഒറ്റയ്ക്കുള്ളൊരു ജീവിതം. അത് മടുത്തു കഴിയുമ്പോൾ ഭഗവാൻ തന്ന ഈ ജീവിതം എൻ്റെ ഭഗവാന് തന്നെ തിരികെ നൽകും. അത്ര തന്നെ." ദേവൂട്ടി പറഞ്ഞു നിർത്തി. അത് കേട്ടുകഴിഞ്ഞതും ജയകൃഷ്ണൻ നിശബ്ദനായി. അതോടെ ദേവൂട്ടിയും. അല്പനേരം രണ്ടാളും അങ്ങനെയിരുന്നു. തുടർന്ന് ദേവൂട്ടി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. അവളെ കണ്ട് ജയകൃഷ്ണന് മുഖം കൊടുക്കാതെ നിൽക്കുകയാണ് ദേവൂട്ടി. എന്നാൽ തനിക്ക് മുഖം തരാതെ നിൽക്കുന്ന ദേവൂട്ടിയെ പിടിച്ച് ജയകൃഷ്ണൻ തനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് കുറേ നേരം നോക്കി അങ്ങനെ നിന്നു. ശേഷം അവൻ ദേവൂട്ടിയോട്, "തനിക്ക് തൻ്റെ ഭഗവാനെ തന്നേക്കാൾ ഇഷ്ടവും വിശ്വാസവുമാണ് അല്ലേ?" എന്ന് ചോദിക്കുന്നു. "അതെ" എന്ന അർത്ഥത്തിൽ ദേവൂട്ടി തലയാട്ടി. "ശരിക്കും?" "അതെ" എന്ന അർത്ഥത്തിൽ അവൾ വീണ്ടും തലയാട്ടി. അതുകണ്ട ജയകൃഷ്ണൻ, "നിൻ്റെ ആ ഭഗവാനെ എനിക്കും ശരിക്കും ഇഷ്ടവും വിശ്വാസവുമാണ്. കാരണം എന്താണെന്ന് അറിയണോ? ഒരു കാക്കയ്ക്കും പരുന്തിനും ഒന്നിനും കൊടുക്കാതെ ഈ ഊമക്കുയിലിനെ എനിക്ക് കാത്തുരക്ഷിച്ച് തന്നതിന്." അത് കേട്ട ദേവൂട്ടി ജയകൃഷ്ണൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അത് കണ്ട ജയകൃഷ്ണൻ വീണ്ടും, "അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. നിൻ്റെ ഈ ഭഗവാനല്ലേ ഈ ഊമക്കുയിലിനെ എനിക്ക് തന്നത്?" "പിന്നെ തന്നെ കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ ഈ മുഖം പതിഞ്ഞത് എൻ്റെ കണ്ണുകളിലായിരുന്നില്ല, മറിച്ച് എൻ്റെ ഹൃദയത്തിലായിരുന്നു. പിന്നീട് ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് തന്നെ കാണാതിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയായി. അങ്ങനെയാണ് ഞാൻ ഹരിയോട് കാര്യം പറഞ്ഞത്. അങ്ങനെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇക്കാര്യം പറയാൻ പലതവണ ഹരി തൻ്റെ അടുക്കലെത്തിയത്. എന്നാൽ താൻ അത് നിഷേധിച്ചു. എന്നാൽ ഇപ്പോൾ എല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു." എന്ന് പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ അല്പനേരം നിശബ്ദനായി നിന്നു. ശേഷം വീണ്ടും തുടർന്നു, "നാളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നാളെ പോയാൽ ഞാൻ പിന്നെ അടുത്ത മാസമേ വരികയുള്ളൂ. ഈ മാസത്തെ ലീവ് ഇനിയില്ല. അതുവരെ ഈ മുഖം എനിക്ക് കാണാൻ കഴിയില്ല എന്നോർക്കുമ്പോൾ നെഞ്ചകം പിടയുകയാണ്. സത്യം. അതുകൊണ്ട് ഞാൻ എൻ്റെ കൊതി തീരുവോളം ഈ മുഖമൊന്ന് കണ്ടോട്ടെ." എന്ന് പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ ദേവൂട്ടിയുടെ കണ്ണുകളിലേക്ക് അങ്ങനെ നോക്കി നിന്നു. കുറേ നേരം നോക്കി നിന്ന ശേഷം ജയകൃഷ്ണൻ വീണ്ടും ദേവൂട്ടിയോട്,
നാളെ തന്നെയും എനിക്കൊപ്പം കൊണ്ടുപോകട്ടെ ഞാൻ എൻ്റെ നാട്ടിലേക്ക്. അത് കേട്ട ദേവൂട്ടിയുടെ മുഖം താണു. എന്നാൽ അത് കണ്ട ജയകൃഷ്ണൻ, നീയില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും കഴിയാൻ പറ്റില്ല ദേവു. എനിക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നും. അത് കേട്ടതും തല കുനിഞ്ഞു നിന്ന ദേവൂട്ടി പെട്ടെന്ന് തല ഉയർത്തി ജയകൃഷ്ണൻ്റെ നേർക്കൊന്ന് നോക്കി. അത് കണ്ട ജയകൃഷ്ണൻ, ഞാൻ പറഞ്ഞത് സത്യമാണ്. നീ ഒപ്പമില്ലാതെ എനിക്ക് പറ്റില്ല. ഈ മുഖം കാണാണ്ട് എനിക്ക് വയ്യ മോളെ. അത് കേട്ടതും ദേവൂട്ടിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ഒപ്പം അവളുടെ മനസ്സിൽ, ആ മനസ്സിൽ തന്നോട് ഇത്രയ്ക്ക് ഇഷ്ടവും സ്നേഹവുമായിരുന്നു ഈ മനുഷ്യന് എന്ന് അവൾ ഓർത്തു. ഒപ്പം അവൾ അറിയാതെ ഭഗവാനെ വിളിച്ചുപോയി. തുടർന്ന് അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. അത് കണ്ട ജയകൃഷ്ണൻ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ഇപ്പോൾ തന്നെ തൻ്റെ അപ്പാവോട് വന്ന് തന്നെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചാലോ? അതുകൂടി കേട്ടതും ദേവൂട്ടി സർവ്വനിയന്ത്രണവും വിട്ടുപോകുന്നു. അവൾ ഒരു തേങ്ങലോടെ ജയകൃഷ്ണൻ്റെ മാറത്തേക്ക് വീണ് അവനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ദേവൂട്ടി തൻ്റെ മാറത്തേക്ക് വീണ അമ്പരപ്പിൽ ഒരു നിമിഷം ജയകൃഷ്ണൻ എന്ത് ചെയ്യണമെന്നറിയാതെ ചലനമറ്റ് നിന്നു പോകുന്നു. പിന്നീട് പതിയെ അവൻ്റെ കൈകൾ അവളെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു പോകുന്നു. അല്പനേരം അവർ ഇരുവരും തമ്മിൽ അങ്ങനെ നിന്നു. തുടർന്ന് ഹൃദയം നുറങ്ങുന്ന വേദനയോടെ ഇരുവരും തമ്മിൽ യാത്ര പറഞ്ഞു പിരിഞ്ഞു. നാട്ടിൽ ചെന്നാലുടൻ തന്നെ തൻ്റെ വീട്ടുകാരോട് കാര്യം പറഞ്ഞ് എത്രയും വേഗം വിവാഹം നടത്തണമെന്ന് പറഞ്ഞാണ് ജയകൃഷ്ണൻ അവിടെ നിന്നും തിരിച്ചു പോന്നത്.